സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഹോട്ടൽ മാനസി ഇന്റർനാഷണലിലേക്ക് വന്നിട്ട് വേണുഗോപാല് ഫോൺ വിളിക്കുവാണ് ഇന്ദ്രനെ. അപ്പൊ സേതുമാധവൻ എന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിക്കുന്നത്. അതേസമയം ശ്രീഹരി അടിയിലുണ്ട്. പിന്നീട് പറഞ്ഞു, അതെ നിങ്ങൾ റൂമിൽ തന്നെയുണ്ട്? ആ ഉണ്ട് സാർ, ഞാൻ റൂമിൽ തന്നെയുണ്ട്. എങ്കിൽ താഴേക്കൊന്ന് ഇറങ്ങി വരാവോ? അപ്പോഴേക്ക് ഇന്ദ്രൻ ഞെട്ടി. താൻ താഴേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ശ്രീഹരി തന്നെ കാണും, പെട്ടുപോകും താൻ. അപ്പൊ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അല്ല അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? അതെ, എനിക്ക് കാലിന് കുറച്ച് വയ്യായിക ഉണ്ടായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. എനിക്കങ്ങോട്ട് കയറി വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സാർ ഇങ്ങോട്ട് കയറി വന്നാൽ മതി, ഞാനിവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ സാറിനെ മോളെ കൊണ്ടേ ആക്കാം, അവിടെ റൂമിൻ്റെ അവിടെ കൊണ്ടേ ആക്കിയാൽ പോരെ. ശരി, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീഹരി പിടിച്ചോണ്ട് മുറിയുടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പം റൂം നമ്പറൊക്കെ ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 101 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂം നമ്പറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീഹരി പറഞ്ഞു, ഇത് 101 ആണ്, ഇതാണ് റൂമെന്ന് പറയണം. വേണുഗോപാൽ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് എന്ന്. പിന്നീട് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആരും കഥവ് തുറന്നില്ല. ആ സമയം ഇന്ദ്രനകത്തുണ്ട്. ഇന്ദ്രന് നല്ല ടെൻഷനുണ്ട്. മിക്കവാറും ശ്രീഹരി കൂടെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവും, അവൻ തന്നെ കണ്ട പണി പാളും. എന്താ ചെയ്യണ്ടേ? 2-3 വട്ടം വിളിച്ചിട്ട് എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതുമാധവൻ 2-3 വട്ടം വിളിച്ചിട്ട് എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ പറഞ്ഞു, അയാൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ചു. അല്ല മിസ്റ്റർ സേതുമാധവൻ റൂമിലില്ലേന്ന് ചോദിക്കുക. ആ റൂമിലുണ്ട് സാർ. അല്ല പിന്നെ എന്താ റൂം തുറക്കാത്തെ? റൂമൊന്ന് തുറക്കുവാണ് ഉപകാരം ഉണ്ടായിരുന്നു, ഞങ്ങൾ റൂമിന് വെളിയിലുണ്ട്. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ സാർ റിസപ്ഷനിൽ തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരാൾക്ക് മാത്രം റൂമിൽ കയറാനുള്ള പെർമിഷൻ ഉള്ളൂ. ഓ അങ്ങനെയാണല്ലേ. അല്ല സാറിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല ഉണ്ട്, എൻ്റെ ഡ്രൈവർ എന്ന് പറയാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു, അല്ല എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. എങ്കിൽ സാർ ഒരാളെ മാത്രം അകത്തേക്ക് വിടത്തുള്ളൂ. ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്തു. അതെ വേറൊന്നും തോന്നരുത്, അകത്തേക്ക് ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പേരെന്താ പറഞ്ഞ്? ശ്രീഹരി. ശ്രീഹരി ഒന്ന് പുറത്ത് നിൽക്കുമോ? അതെന്താ സാർ, എനിക്ക് കുഴപ്പമില്ല. അതും പറഞ്ഞ് ശ്രീഹരി പുറത്തേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ ഒടുവിൽ വേണുഗോപാല് അകത്ത് കിടന്നു. അകത്ത് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഇങ്ങനെ വേണുഗോപാലിനെ തന്നെ നോക്കുവാണ്. അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു, അല്ല നിങ്ങളല്ലേ സേതുമാധവൻ? അല്ല എന്നെ വിളിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞില്ല. സാർ ഇരിക്ക്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇരിക്കുന്നില്ല, കാര്യം പറഞ്ഞാൽ മതി. സാറേ കാര്യം കേട്ട് കഴിയുമ്പോൾ തന്നെ സാറിന് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാ പറഞ്ഞേ. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. താൻ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞാൽ മാത്രം മതി. അത് പിന്നെ മുഖവരെ കൂടാതെ കാര്യം അങ്ങോട്ട് പറയാം. എനിക്ക് എൻ്റെ അമ്മയെ വിട്ടു തരണം. അമ്മയെ വിട്ടു തരാനോ? അതെ എൻ്റെ അമ്മയാണ് മഹാലക്ഷ്മി. മഹാലക്ഷ്മി നിങ്ങളുടെ അമ്മയോ? അതെങ്ങനെ ശരിയാവും? സാറുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് എൻ്റെ അമ്മ പൊന്നുമടത്തി മാധവമേനോനാണ് വിവാഹം കഴിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേണുഗോപാൽ ചോദിച്ചു, അതിനെന്താ തെളിവിരിക്കുന്നേ? തെളിവോ? തെളിവെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫോട്ടോസുകളുണ്ട്. അത് മാത്രമല്ല എൻ്റെ അമ്മയുടെയും കൂടെ വിവാഹ ഫോട്ടോ. അത് മാത്രമല്ല പിന്നെ രജിസ്റ്റർ ചെയ്തതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മതിയോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണുഗോപാൽ ഒരു നിമിഷം ഞെട്ടി. അല്ല നിങ്ങൾ മകനാന്നുള്ളതിൻ്റെ ഞാൻ മകനാന്നുള്ളതിന് തെളിവ് വേണോ? എൻ്റെ കല്യാണ സമയത്ത് എന്നെ അനുഗ്രഹിക്കാനായിട്ട് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതുകൊണ്ട് എൻ്റെ അമ്മയെ എനിക്ക് തരണം. അത് കേട്ടപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. കാരണം എൻ്റെ അമ്മയ്ക്ക് നിങ്ങളുടെ പണം മതി. നിങ്ങളുടെ പണം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് മതി മറിഞ്ഞ് നിൽക്കുക. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയെ ഇറക്കി വിടണം. ഇറക്കി വിട്ടാൽ മാത്രമേ എൻ്റെ അമ്മ എൻ്റെ അരിയിലേക്ക് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. എനിക്ക് എൻ്റെ അമ്മയെ വേണം, എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അതൊരു ഞെട്ടലായിപ്പോയി വേണുഗോപാല്. പെട്ടെന്ന് വേണുഗോപാലിന് ശരീരം തളരുന്ന പോലെ തോന്നി. എന്താ സാർ വീഴാൻ പോവാണോ? ഒന്നുമില്ല. അങ്ങനെ തളർന്ന മനസ്സോട് കൂടിയിട്ട് അവിടുന്ന് വേച്ചാണ് താഴേക്ക് ഇറങ്ങി വന്നേ. അപ്പൊ താഴേക്ക് തന്നെ ഇറങ്ങി വന്നു. വാക്ക് സ്റ്റിക്കൊക്കെ പിടിച്ചോണ്ട് നടക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിൽ കണക്ക് കൂട്ടിയായില്ല. അങ്ങനെ താഴെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീഹരി ഓടിച്ചോണ്ട് ചോദിച്ചു, എന്താ സാർ എന്താ എന്നെ വിളിക്കാത്തെ? എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ മുകളിലേക്ക് കയറി വരുമായിരുന്നല്ലോ. ഞാൻ എൻ്റെ നമ്പർ തന്നില്ലായിരുന്നല്ലോ അല്ലേ? അല്ല എന്താ സാറിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ? BP കൂടുകയോ മറ്റോ ചെയ്തോ? സാറ് തന്നെ ഇറങ്ങി വന്നപ്പോൾ ബുദ്ധിമുട്ടായില്ലേ? അതൊന്നും കുഴപ്പമില്ല, താൻ എന്നെ ആ ഓട്ടോറിക്ഷയിലേക്ക് ഒന്ന് പിടിച്ചെടുത്തോ, എനിക്ക് തീരെ വയ്യ. അതിനെന്താന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരി പെട്ടെന്ന് തന്നെ വേണുഗോപാലിന്റെ കൈ പിടിച്ച് ഓട്ടോറിക്ഷയ്ക്കകത്തേക്ക് കയറ്റിയിരുത്തി. വേണുഗോപാൽ ആകെപ്പാടെ തളർന്നു പോയായിരുന്നു. മനസ്സിൽ 100 കൂട്ടം ടെൻഷനാ. ഒരിക്കലും ചിന്തിച്ച കാര്യമല്ലല്ലോ സംഭവിച്ചത്. ഇത്രയ്ക്കൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങോട്ടേക്ക് കയറി വന്നേ. സന്തോഷത്തോട് കൂടിയിട്ട് വന്നാണ്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു പോയത്.
മഹാലക്ഷ്മി അമ്മയെക്കുറിച്ച് ഇങ്ങനൊരു വാർത്ത കേൾക്കുമെന്ന് വേണുഗോപാൽ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയല്ലായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇങ്ങനൊരു ദുരന്തം വന്നു പോയിച്ചേ. അങ്ങനെ ശ്രീഹരി വേണുഗോപാലിനെ കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ഋതുവിന് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കി. നഴ്സിനോട് ചോദിച്ചു, ഇതുവരെയായിട്ടും ബോധം വീണില്ലേ? ഇല്ല. 1-2 മെഡിസിനും കൂടെ എഴുതി കൊടുത്തു. ഇതും കൂടെ ഇഞ്ചെക്ട് ചെയ്യാൻ പറയണം. അങ്ങനെ ഡോക്ടർ സേതുവിൻ്റെയും പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും പല്ലവി ചോദിച്ചു, എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചേ? കുറച്ച് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെതാ. അത് മാത്രമല്ല ബോഡി നല്ല വീക്കാണ്. കൃത്യസമയത്ത് ഫുഡും അതുപോലെ തന്നെ മെഡിസിനും ഒന്നും കഴിക്കുന്നില്ല എന്ന് തോന്നേ. ഞാൻ നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാ. പിന്നെ മെന്റൽ സ്ട്രെയിൻ നന്നായിട്ടുണ്ടെന്ന് തോന്നേ. അത് കേട്ടപ്പോൾ സേതുവിനും പല്ലവിക്കും ഒന്നും പറയാനില്ല. അപ്പോഴേക്കും പല്ലവി വെച്ചു, അല്ല മാഡം, എത്ര ദിവസം കിടക്കേണ്ടി വരും? കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഇഞ്ചക്ഷനൊക്കെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറക്കും. അതിനുശേഷം വീട്ടിലേക്ക് പോവാം. കുറച്ച് സമയം ഒന്ന് ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ മരുന്നും അതുപോലെ തന്നെ ഫുഡൊക്കെ നന്നായിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നീട് അച്ചു, സേതുവും പല്ലവിയും കാത്തിരുന്നു. ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ ചെന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഋതുവിന് ബോധം വീണു. ഋതു കണ്ണ് തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കി. അപ്പോഴേക്കും പല്ലവിയെ കണ്ടു. ഞാൻ ഹോസ്പിറ്റലല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, ടെൻഷനൊന്നും അടിക്കണ്ട, എന്നാലും എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ശരിക്കും ആഹാരമൊന്നും കഴിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞില്ലേ എന്തേലും ഉണ്ടേ വിളിക്കണമെന്ന്. ഇത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങളെ ആരെ എന്തേ വിളിക്കായിരുന്നേ? എന്നെ സേതുവേട്ടനെ വിളിക്കാൻ പാടില്ലായിരുന്നോ? അത് മുറിയിൽ ഇന്ദ്രനുണ്ടായിരുന്നു. അവനുണ്ടായിരുന്നു. അവന് ഉണ്ടായിരുന്നു. ജിത്തിനോട് ഞാൻ പറഞ്ഞതാ എനിക്ക് വയ്യ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. പക്ഷേ എങ്കിൽ ജിത്ത് കേട്ടില്ല. ജിത്ത് എവിടെയോ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോവുക ചെയ്തേ. എന്നാലും ഇത് കുറച്ച് അന്യായമായി പോയി. അവനോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്ന ഋതു. ഞങ്ങളെ വിളിച്ചാൽ പോരായിരുന്നോ? ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരില്ലായിരുന്നോ? അല്ല, നിങ്ങൾ എഴുത്തുപുര വീട്ടിലേക്ക് പോയേക്കുമല്ലേ, പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിക്കായിരുന്നേ. ദേ, ഇനി ഇങ്ങനെയൊന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ഉപദേശം തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു ഋതു ചോദിച്ചു, അല്ല ഇനി എത്ര ദിവസം ഞാനിവിടെ കിടക്കേണ്ടി വരും? കിടക്കേണ്ടതൊന്നും വരില്ല, നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകാന്ന് പറയണ. ഋതുവിന് സന്തോഷമായി. അങ്ങനെ അവരെല്ലാം വീട്ടിലേക്ക് വന്നു. ഈ സമയത്ത് നാടകമൊക്കെ കഴിഞ്ഞ് ഇന്ദ്രനെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ സേതുമാധവനായിട്ടുള്ള വേഷം കെട്ടിച്ചൊക്കെ അസലായിട്ടുണ്ടെന്ന് ഇന്ദ്രന് തോന്നി. സന്തോഷത്തോടുകൂടി കയറി വരുമ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ട്. പൂർണ്ണിമയും സേതുമാധവനും ഋതു എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, ആഹാ, ഇതെല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും എന്താ എന്തോ വലിയ ചർച്ചയിലാന്ന് തോന്നല്ലോ. അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. ഇന്ദ്രനോട് പറഞ്ഞു, ഇത്രയും നാളും നിന്നെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നീ ഇവിടെ കുടുംബത്തിലെ മരുമകനാണല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും പറയായിരുന്നേ. പക്ഷെ ഇപ്പൊ നീ ചെയ്ത വളരെ ക്രൂരതയായിപ്പോയി ഇന്ദ്ര. അതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നീ ഒരിക്കലും ഈ കുടുംബത്തോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോഴേക്കും ഇന്ദ്രൻ ഓർത്തു, ദൈവമേ, തന്റെ നാടകം പൊളിഞ്ഞോ? എന്നാലും അഭിനയിക്കുക തന്നെ. പെട്ടെന്ന് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റിയെന്ന അമ്മ പറയണേ? അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലോ. ഈ കുടുംബത്തോട് ഞാൻ എന്ത് തെറ്റിയെന്ന? ഈ കുടുംബത്തെ ഞാൻ എന്താ സ്വന്തം കുടുംബമായിട്ട് കണ്ടു. ഇവിടെയുള്ള ആൾക്കാരെ അതുപോലെ തന്നെയാ കണ്ടത്. എല്ലാരും ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് എഴുന്നേറ്റു. പല്ലവി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ ആരെയും ചേർത്ത് പിടിക്കണ്ട. നിന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചാൽ മതി. അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അവള് നിന്റെ ഭാര്യ എന്നൊരു ബോധം നിന്റെ മനസ്സിലുണ്ടാവണം. അത് മാത്രം നീ ചെയ്താൽ മതി. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ സേതുവും പല്ലവിയും ഒക്കെ ചേർന്നിട്ടാണ് ഋതുവിനെ നോക്കണേന്ന്. എനിക്ക് യാതൊരു പങ്കുമില്ലാന്ന്. അപ്പോഴേക്കും പല്ലവി രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഋതു എഴുന്നേറ്റ് ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു. ദേ ജിത്തെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അല്ല ഋതു, ഇവര് പറയുന്ന നീ കേട്ടോ? ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന്. ഞാൻ എന്ത് തെറ്റിയെന്നാ പറയണേ? അത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു, ദേ ജിത്തെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ജിത്ത് കാരണം ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഞാൻ കാരണോ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? അപ്പോഴേക്കും അച്ചു പറഞ്ഞു, എന്റെ ഋതു, ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവന്റെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലേ? ദേ, നീ അവിടെ അടങ്ങിയിരുന്നോണം. നീ കൂടുതലൊന്നും പറയാൻ വരില്ല. ഇവരൊക്കെ നമ്മുടെ ജീവിതം താർക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അച്ചുവിന് നേരെ തിരിഞ്ഞു. ഋതു പറഞ്ഞു, ഇതേ അച്ചുവിനെ എന്തേലും പറഞ്ഞാണ്ടല്ലോ, എന്റെ കുടുംബക്കാരെ എന്തേലും പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ജിത്തെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ജിത്തിന്റെ നാടകമൊന്നും എൻ്റെ അടുത്ത് ഇനി വേണ്ട. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ഋതു പറയണേ? നിനക്ക് ഇതിന് മാത്രം എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടന്നപ്പോ ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റലോ? ഞാൻ ജിത്തിനോട് രാവിലെ തൊട്ട് പറയുന്നല്ലേ എനിക്ക് വയ്യാന്ന്. എന്നിട്ടോ എനിക്കൊരു വയ്യായിക വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും താങ്ക്സ് പറയണമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പോയി താങ്ക്സ് പറയണം. ഇതൊക്കെ നേരത്തെ പറയേണ്ട ഋതു. ഞാൻ നല്ല ടയേർഡായിട്ടാ വന്നിരിക്കുന്നത്. എനിക്ക് ആഹാരം കഴിക്കണം. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നീ എടുത്തു വെക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അച്ചു വന്ന് ഋതുവിനോട് പറഞ്ഞു, ഇതൊന്നും വിശ്വസിക്കരുത് ഋതു, അവൻ പഠിച്ച കള്ളനാ.
നിന്റെ ജീവിതം അവൻ നശിപ്പിക്കും. നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിലൊന്നും അവനൊരു ശ്രദ്ധയില്ല. അത് കേട്ടതും ഋതു ഒന്നും മിണ്ടാ നിൽക്കണം. അച്ചു അതും കൂടെ പറഞ്ഞിട്ട് കയറിപ്പോയി. അപ്പോഴേക്കും പല്ലവിക്കും സേതുവിനും ഭയങ്കര വിഷമായി. കാരണം ഋതുവിന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് ഋതു നല്ല ടെൻഷനോടെ നിൽക്കുന്ന കണ്ടപ്പം സേതു ഋതുവിനെ ചേർത്ത് പിടിച്ചു. നീ വിഷമിക്കണ്ട, എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ, നീ സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.